എല്ലാവർക്കും വീണ്ടും ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അന്ത്യകാല യുദ്ധങ്ങളുടെ ഭാഗമായിട്ട് ഇസ്രയേൽ, ഇറാൻ, അമേരിക്കൻ വാറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിൻ്റെ ബാക്കിയായിട്ട് ഇനി അവസാനം നടക്കുന്ന മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് പോകേണ്ടത്. ഇതിനിടയിൽ ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മൾ 83-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഒരു 10 രാജ്യ കൂട്ടുകെട്ട് അവർ ഇസ്രയേലിനെ ഇല്ലാതാക്കാനും അവരെ ഭൂമിയിൽ നിന്ന് തുടച്ചു കളയാനും അവസാന നാൾ വരെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ഒരു വേർഷനാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് കണ്ടത്. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് കയറി അടിച്ചതും അതിനോടനുബന്ധിച്ച് നടന്ന എല്ലാ സംഭവങ്ങളും. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മളിനിയും മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് പോകണമെങ്കിൽ അതെപ്പോൾ നടക്കും, ആരൊക്കെയാണ് ഇസ്രയേലിനെതിരായി വരുന്നത്, അതെപ്പോൾ സംഭവിക്കുമെന്നുള്ളത് പഠിക്കണമെങ്കിൽ ഇതിനിടയിൽ ചില സംഭവങ്ങൾ ഉള്ളത് ദാനിയേൽ പ്രവചനത്തിലെ ചേർത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വന്നതുകൊണ്ട് ദാനിയേൽ പ്രവചനത്തിലെ 4 സാമ്രാജ്യങ്ങൾ ഈ ഭൂമിയിൽ വന്നതും ആ 4 സാമ്രാജ്യങ്ങളിൽ നിന്നും മൂന്നാമത്തെ സാമ്രാജ്യമാകുന്ന ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ സാമ്രാജ്യം 4ആയി പിരിയുമെന്നും 4ആയി പിരിയുന്ന ഒരു രാജ്യത്തിൽ നിന്നും അതിലൊന്നിൽ നിന്നും ആൻറ്റിക്രൈസ്റ്റ് വരുമെന്നാണ് ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ മൂന്നാമത്തെ രാജ്യം 4ആയി പിരിയുമെന്നും ലിസിമാക്കസ്, കസാഞ്ചർ, ടോളമി, അന്ത്യോക്യ രാജ്യം 4ആയി വിഭാഗിച്ചെടുക്കുമെന്നും അതിലൊന്നിൽ നിന്നും ആൻറ്റിക്രൈസ്റ്റ് വിക്രമനും ഉപായ ബുദ്ധിമുള്ള രാജാവ് എഴുന്നേൽക്കുമെന്നും ദൈവത്തിൻ്റെ ന്യായാധിപ സഭയിരുന്ന് അവനെ ഒടുക്കിക്കളയും, ഇല്ലാതാക്കുമെന്നും ഇങ്ങനെയാണ് കാര്യത്തിൻ്റെ സമാപ്തി എന്നുമാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ഏത് രാജ്യത്ത് നിന്നായിരിക്കും ആൻറ്റിക്രൈസ്റ്റ് വരുന്നതെന്നുള്ളത് വ്യക്തമായി ബൈബിളിൽ പറയുന്നുണ്ട്. അലങ്കാരിക അല്ലെങ്കിൽ ഒരു നിഴലും പൊരുളുമായിട്ടാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. അലക്സാണ്ടർ രാജ്യം 4ആയി വിഭാഗിക്കപ്പെട്ടതിലെ 4 രാജ്യങ്ങളിലെ 2 രാജ്യങ്ങളെക്കുറിച്ച്, ലിസിമാക്കസിൻ്റെയും കസാഞ്ചറിൻ്റെയും രാജ്യങ്ങളെക്കുറിച്ച് ബൈബിൾ വീണ്ടും ഒന്നും മിണ്ടുന്നില്ലെന്നും, എന്നാൽ പിന്നിങ്ങോട്ട് പറയുന്ന 2 രാജ്യങ്ങളാണ് വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും പറയുന്ന സിറിയയും ഈജിപ്തും. അതിലൊന്നിൽ നിന്ന് ആൻറ്റിക്രൈസ്റ്റ് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് 11-ാം അധ്യായം തുടങ്ങാം. എന്നാൽ ഇതിന് ശേഷം നമുക്ക് ദാനിയേൽ 9-ാം അധ്യായവും 10-ാം അധ്യായവും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് ശേഷം, കാരണം ഈ ആൻറ്റിക്രൈസ്റ്റ് ഏത് രാജ്യത്തു നിന്ന് വരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടും അത് എവിടെ നിന്നുള്ളത് ബൈബിൾ പറയുന്നുണ്ട്. അതൊന്ന് നോക്കിയിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം. മേദ്യനായ ദര്യാവേശിൻ്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ അവനെ ഉറപ്പിക്കേണ്ടതിനും ബലപ്പെടേണ്ടതിനും എഴുന്നേറ്റുന്നു. ദാനിയേലിനോട് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യം അറിയിക്കാം, പാർസിദേശത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4-ാമത്തവൻ എല്ലാത്തിലും ധനവാനായിത്തീരും. കോരശ് രാജാവ്, അതിനുശേഷം അഹശ്വേരോശ് രാജാവ്, പിന്നീട് അർത്തഹഷ്ഠ രാജാവ്, അദ്ദേഹത്തിന് ശേഷമാണ് ദൈസൂസ് എന്ന് പറയുന്ന രാജാവുണ്ടാകുന്നത്. അതിനുശേഷമാണ് സർക്കസസ് എന്ന് പറയുന്ന രാജാവുണ്ടാകുന്നത്. അദ്ദേഹമാണ് ഏറ്റവും ധനവാനായി തീരുന്നെന്ന് ഇവിടെ പറയുന്ന രാജാവ്. അവൻ ധനം കൊണ്ട് ശക്തിപ്പെടുമ്പോൾ ഈ ഭാഗം നമ്മൾ ബൈബിളിൽ ഇവിടെ മാത്രമാണ് കാണുന്നത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ മേദ്യ-പേർഷ്യ സാമ്രാജ്യത്തെ ഗ്രീക്ക് സാമ്രാജ്യം വന്ന് ആക്രമിച്ചു എന്നേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ എന്താണ് അതിന് കാരണം ഇവിടെ പറയുന്ന സർക്കസസ് എന്ന് പറയുന്ന രാജാവ് വളരെ ധനവാനായി കഴിഞ്ഞപ്പോൾ, ധനം കൂടിയപ്പോൾ അദ്ദേഹം എന്നാൽ മറ്റ് രാജ്യങ്ങളെ ഒന്ന് ആക്രമിച്ചേക്കാം എന്ന് കണ്ട് അതിൻ്റെ രാജ്യം ഒന്ന് വലുതാക്കാം, ഞാനിവിടുത്തെ ഏറ്റവും വലിയ മഹാനാകണം, എല്ലാവർക്കും ഇന്ന് ഭൂമിയിൽ വേണ്ടിയ മനുഷ്യൻ്റെ ജിന്നിലുള്ള ഒരു കാര്യമാണല്ലോ അവനെ വലുതാകണം. എപ്പോഴും ഈ പാഷന്മാരുടെ ഇടയിലാണെങ്കിലും ദൈവമക്കളുടെ ഇടയിലാണെങ്കിലും എല്ലായിടത്തും ഉള്ള ഒരു പ്രശ്നമാണ് വലിപ്പം. എല്ലാവരെക്കാളിലും പൊസിഷൻ കയറി പോകണം. അത് ആകരുതെന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് മനുഷ്യ ശരീരത്തിൽ കയറിയിരിക്കുന്നതും ബുദ്ധിയിൽ കയറിയിരിക്കുന്നതും മനുഷ്യന് മാറത്തില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് പണം കൂടിക്കഴിഞ്ഞപ്പോൾ എന്നാൽ വെറുതെ ഇരിക്കണ്ട, പോയിട്ട് കുറേ രാജ്യം വെട്ടിപ്പിടിച്ചേക്കാവുന്ന കണ്ട് ഇദ്ദേഹം അപ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യമിപ്പിക്കും. പിന്നെ വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും.
അപ്പോൾ ഇവന് ഈ സർക്കസസ് രാജാവ്, മധ്യപ്രദേശ് രാജാവ്, 5ാമത്തെ രാജാവാണ്. അദ്ദേഹം പോയിട്ട് ഈ യവന രാജ്യത്തെ ആക്രമിക്കുകയാണ്, ഗ്രീക്കിനെ ആക്രമിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഫിലിപ്പ് രാജാവാണ് അദ്ദേഹം അവിടെ രാജാവ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അലക്സാണ്ടർ. അപ്പോൾ ഇവർ ചെന്ന് ഈ മധ്യപ്രദേശ് സാമ്രാജ്യം ചെന്നിട്ട് അവരെ ആക്രമിച്ച് അവിടെ വലിയ ജയമൊന്നും കിട്ടാതെ ഇവരിങ്ങ് മടങ്ങിപ്പോരുന്നു. അത് ഈ കൊച്ചു ബാലൻ്റെ അല്ലെങ്കിൽ ഈ യുവാവായ അലക്സാണ്ടറെ മനസ്സിൽ കിടന്നിരുന്നു. അലക്സാണ്ടറെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അരിസ്റ്റോട്ടിലും മറ്റും അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ടീച്ചറായിരുന്നു. അതിനുശേഷം നമുക്ക് ആ കാലഘട്ടത്തിൽ അലക്സാണ്ടർക്ക് ഒത്തിരി ഉപദേശം, സോക്രട്ടീസ്, പ്ലേറ്റോയെ, അരിസ്റ്റോട്ടില്, ഇവരൊക്കെ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിരുന്നു. അവരിൽ നിന്നൊക്കെയാണ് ഈ അലക്സാണ്ടറിന് ഉപദേശമൊക്കെ കിട്ടിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു ജ്ഞാനിയായ മനുഷ്യനായിരുന്നു. അദ്ദേഹം വളരെ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ അലക്സാണ്ടർ. അങ്ങനെ ഈ അലക്സാണ്ടർ വന്നിട്ട് ഇവരോടുള്ള വാശി, മേദ്യപെർഷ്യയിലുള്ള വാശി, ആ കാലഘട്ടത്തിൽ ആദ്യം ബാബിലോണിയ സാമ്രാജ്യമായിരുന്നു, പിന്നീട് മേദ്യപെർഷ്യ സാമ്രാജ്യമായി. ഈ മേദ്യപെർഷ്യ സാമ്രാജ്യമായിട്ട് പോയിട്ട് ഈ ഗ്രീക്ക് സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നത്, അത് ഈ ബാലൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ അലക്സാണ്ടറുടെ മനസ്സിൽ കയറിക്കൂടി. അദ്ദേഹത്തിന് പ്രാപ്തിയായി. അങ്ങനെ അദ്ദേഹം യുദ്ധം അഭ്യസിക്കുക, ഒരു നല്ല യോദ്ധാവായി തീരുകയും അങ്ങനെ അദ്ദേഹം ഈ മേദ്യപെർഷ്യയിലേക്ക് വന്ന് അവരെ ആക്രമിച്ച് കീഴടക്കി. ആ സാമ്രാജ്യത്തിന് മേൽ അദ്ദേഹത്തിൻ്റെ അധീനത്വം ഉണ്ടാകുകയും അവിടെ നിന്ന് അലക്സാണ്ടർ ഇന്ത്യ വരെ വന്നിട്ട് തിരിച്ചു പോയെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അത് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് പനി അല്ലെങ്കിൽ ജ്വരം വന്ന് അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യം 4ആയി പിരിയുന്നു. 11ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലാണ് പിന്നെ വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും. അതായിരുന്നു അലക്സാണ്ടർ. എഴുന്നേൽക്കും. അവൻ വലിയ അധികാരത്തോടെ വാണ്, ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ച് പോകും. അത് അവൻ്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല. അവൻ്റെ രാജ്യത്ത് നിർമൂലമായി അവർക്കല്ല അന്യർക്ക് അധീനമാകും. ഇങ്ങനെ അലക്സാണ്ടർ രാജ്യം 4ആയി പിരിയുമെന്ന് വീണ്ടും ഇവിടെ പറയുകയാണ്. ഇത് നമ്മൾ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ കണ്ടിരുന്നു. 3ാമത്തെ മൃഗമാകുന്ന പുള്ളിപ്പുലിക്ക് 4 തല, അത് അദ്ദേഹത്തിന് 4 സേനാപതികളെ കാണിക്കുന്നതായിരുന്നു. എന്നാൽ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും എന്ന് പറയുന്നു. കോലാട്ടുകൊറ്റനായിരുന്നു ഗ്രീക്ക് സാമ്രാജ്യത്തിനെ പ്രതിനിധീകരിച്ചു വരുന്നത്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ സെൻട്രലിലെ കൊമ്പ് പറഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ആ കൊമ്പ് അലക്സാണ്ടർ ആയിരുന്നു. അതിനുശേഷം 4 കൊമ്പ് മുളച്ചു വന്നത് ആ രാജ്യത്തിൽ നിന്നുണ്ടാകാൻ പോകുന്ന 4 രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചു. അത് 8-ാം അധ്യായത്തിലാണ് നമ്മൾ വായിച്ചു പഠിച്ചിരുന്നത്. അതിന് മുൻപുള്ള എപ്പിസോഡുകളിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇതിന് മുൻപുള്ള 1-2 എപ്പിസോഡുകൾ നിങ്ങൾ കേൾക്കുക. ഇനി ഇവിടെ പറയുന്ന ഈ രാജ്യം 4ആയി വിഭാഗിക്കപ്പെട്ടു എന്നിവിടെ 4 കാറ്റിലേക്കും പോയി എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന അവൻ്റെ സന്തതിക്കല്ല, അലക്സാണ്ടർ സന്തതിക്കോ വംശപാരമ്പര്യത്തിലോ അല്ലത് വരുന്നത്. അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല, അവൻ്റെ രാജ്യത്ത് നിർമൂലമായി അവർക്കല്ല അന്യന്മാർക്ക് അധീനമാകും. എന്നാൽ തെക്കേ രാജ്യത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിക്കും. അവൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ അവനേക്കാൾ ബലവാനായി വാഴും. ഏത് തെക്കേ രാജ്യമെന്ന് പറയുന്നത് ഇവിടെ ഈജിപ്തിനെയാണ് ഉദ്ദേശിച്ചത്. യെരുശലേമിന് തെക്കുള്ളതാണ് ഈ ദിക്കുകൾ പറയുന്നത് ബൈബിളിൽ. അപ്പോൾ യെരുശലേമിന് തെക്കുള്ള രാജ്യമായിരുന്നു. ഈ രാജ്യം 4ആയി വിഭാഗിക്കപ്പെട്ടതിലെ ഒന്ന് ടോളമിയുടെ രാജ്യം. അതേസമയം അവൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുവൻ, ഇവിടെ ഒരു മർമ്മമുണ്ട്. ഈ സിറിയയുടെ അന്ത്യോക്യസിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവർ ഒരു ചെറിയ ഫാർ റിലേറ്റഡ് ആണ് ഈ ഈജിപ്തുമായിട്ട്. അതുകൊണ്ടാണ് അവൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുവൻ അവനേക്കാൾ പ്രബലനായി വാഴും. അവൻ്റെ ആധിപത്യം മഹാധിപത്യമായി തീരും. എന്നുവെച്ചാൽ സിറിയയ്ക്ക് പവർ കൂടും. സിറിയ അന്നേരമാണ് ഇറാൻ, ഇറാഖ്, ഈ ദേശങ്ങളെല്ലാം സിറിയയുടെ കയ്യിലാണ്. യെരുശലേമും അവരുടെ കയ്യിലാണ്. കുറേ കാലം കഴിഞ്ഞിട്ട് അപ്പോൾ ഈജിപ്തും സിറിയയുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അവർ തമ്മിൽ ഏകോപിക്കും. ഈ രാജാക്കന്മാർ തമ്മിൽ സന്ധി സംഭാഷണം നടത്തിയിട്ട് അവർ സ്നേഹത്തിൻ്റെ ടേബിളിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കും. തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ അടുക്കൽ ഉടമ്പടി ചെയ്യാൻ വരും. തെക്കേ രാജ്യം എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ്. ഈജിപ്തിലെ രാജാവിൻ്റെ മകളാകുന്ന ബേർനീസിനെ അന്ത്യോക്യസ് ദിയൂസിനാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. ആ സംഭവമാണ് 6-ാം വാക്യത്തിൽ കാണുന്നത്. രാജാവിൻ്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ അടുക്കൽ ഉടമ്പടി ചെയ്യാൻ വരെങ്കിലും അത് നിലനിൽക്കില്ല. കാരണം ആ വിവാഹ ബന്ധമൊന്നും അധികം നീണ്ടു നിൽക്കത്തില്ല. അവളും അവളെ കൊണ്ടുചെന്നവരും അവളുടെ ജനകന്മാരും അവളെ തുണച്ചവരും ഭീതി വിഷയമായി തീരും. എന്നാൽ
അവന് പകരം അവരുടെ വേരിൽ നിന്ന് മുളച്ച തയ്യായ ഒരുവൻ എഴുന്നേൽക്കും. അവൻ ബലം പ്രാപിച്ച് വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ കോട്ടയിൽ കടന്ന് അവരുടെ നേരെ പ്രവർത്തിച്ച് ജയിക്കും. ഈ ബേർനേസിൻ്റെ വംശത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഈജിപ്തിൽ രാജാവായിട്ട് അദ്ദേഹം സിറിയയെ ആക്രമിക്കാൻ പോകുന്ന ചരിത്രമാണ് ഇവിടെ പറഞ്ഞത്. ആക്ച്വലി 11-ാം അധ്യായത്തിൽ സിറിയയും ഈജിപ്തും ഉള്ള അനേക യുദ്ധങ്ങൾ ഇവിടെ കാണാം. ഈ യുദ്ധങ്ങളിലേണ്ട് 3 യുദ്ധങ്ങളാണ് മെയിനായിട്ട് നടക്കുന്നത്. മറ്റേതൊക്കെ ഇങ്ങനെ വരുന്നു പോകുന്നു, യുദ്ധം ചെയ്യും, പീഡിപ്പിച്ചിട്ടൊക്കെ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് അവരുടെ ദേവന്മാരെയും ബിംബങ്ങളെയും വെള്ളി കൊണ്ടും പൊന്നുമുള്ള മനോഹര വസ്തുക്കളെയും അവൻ എടുത്ത് മിസ്രയിലേക്ക് കൊണ്ടുവരും. ആരെ? ഈ ബേർനീസിന്റെ വംശത്തിൽപ്പെട്ട ഒരു രാജകുമാരൻ. പിന്നെ അവൻ കുറെ സംവത്സരത്തോളം വടക്കേ ദേശത്തിലെ രാജാവിനോട് പൊരുതായിരിക്കും. അവൻ തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ രാജ്യത്തേക്ക് ചെന്നാരെ വടക്കേ ദേശത്തിലെ രാജാവ് സ്വദേശത്തേക്ക് മടങ്ങിപ്പോരും. അവൻ്റെ പുത്രന്മാരോ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ബഹുപുരുഷാരമടങ്ങിയ മഹാസൈന്യങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. അത് അവന് കവിഞ്ഞ് കടന്നു പോകും. പിന്നെ അവൻ മടങ്ങിച്ചെന്ന് അവൻ്റെ കോട്ട വരെ യുദ്ധം നടത്തും. ആരെ? ഈ സിറിയൻ രാജാവ്. അപ്പോൾ അവിടെ 11-ാം വാക്യം, അപ്പോൾ തെക്കേ ദേശത്തിലെ രാജാവ് ദേഷ്യം കൊണ്ട് പുറപ്പെട്ട് വടക്കേ ദേശത്തിലെ രാജാവിനോട് യുദ്ധം ചെയ്യും. അവൻ വലിയൊരു ജനസമൂഹത്തെ അണിനിരത്തും. ആ സമൂഹം മറ്റവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ രാജാവ് വലിയൊരു മിലിറ്ററിയുമായിട്ട് വലിയൊരു സംഘവുമായിട്ട് സിറിയൻ രാജാവിനെ ആക്രമിക്കാൻ ചെല്ലും. പക്ഷേ അത് പരാജയപ്പെടും. സിറിയൻ രാജാവിൻ്റെ കയ്യിൽ ഇവർ പലരും പട്ടുപോകും. അങ്ങനെ ഇവർ പരാജയപ്പെട്ട് തിരിഞ്ഞു വരും. ഇനിയും അതിൻ്റെ 13-ാം വാക്യം, വടക്കേ ദേശത്തിലെ രാജാവ് മടങ്ങിച്ചെന്നും മുമ്പതിനേക്കാൾ വലിയൊരു ജനസമൂഹത്തെ അണിനിരത്തും. ചില സംവത്സരം കഴിഞ്ഞിട്ട് അവൻ വലിയൊരു സൈന്യത്തോടും വളരെ സമ്പത്തോടും കൂടി പോരും. ആ കാലത്ത് പലരും തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ നേരെ എഴുന്നേൽക്കും. നിന്റെ ജനത്തിലുള്ള അക്രമികൾ ദർശനത്തെ നിവർത്തിത്തക്കവണ്ണം മത്സരിക്കും. ഈ കാലഘട്ടത്തിൽ യഹൂദന്മാരിൽ ചിലര് ദൈവിക ദർശനത്തെ നിവർത്തിപ്പാൻ വേണ്ടി ഇവരുടെ ഇടയിൽ മത്സരം നടക്കും. അവരുടെ കൂട്ടുകെട്ടും ഇതിനകത്തുണ്ടാകും. എങ്കിലും അവർ ഇടയിൽ വീഴും. എന്നാൽ 15-ാം വാക്യം, എന്നാൽ വടക്കേ ദേശത്തിലെ രാജാവ് വന്ന് വാടകോരി ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിക്കും. തെക്കേ പടക്കൂട്ടങ്ങളും അവൻ്റെ ശ്രേഷ്ഠ ജനവും ഉറച്ചു നിൽക്കുകയില്ല. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് ഇനിയും അതിൻ്റെ 15-ാം വാക്യം, അവൻ്റെ നേരെ വരുമ്പോൾ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. ആരും അവൻ്റെ മുൻപ് നിൽക്കുകയില്ല. അവൻ മനോഹര ദേശത്ത് നിൽക്കും. ഈ മനോഹര ദേശം എന്ന് പറഞ്ഞാൽ യെരുശലേമാണ്. ഈ സിറിയൻ രാജാവിൻ്റെ അധീനതയിലുള്ള പ്രദേശമാണ് യെരുശലേമും മറ്റും. ഇന്നത്തെ വെസ്റ്റ് ബാങ്കും യെരുശലേമും ഗസയും ഒക്കെ അവരുടെ കയ്യിലുള്ള. അദ്ദേഹം ചക്രവർത്തിയാണല്ലോ, ഈ ദേശം മുഴുവൻ പിടിച്ചെടുത്തതാണല്ലോ. ഇനി അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ അവനോട് ഉടമ്പടി ചെയ്തു. ആരോട്? ഈ സിറിയൻ രാജാവ് ഈജിപ്തിലെ രാജാവിനൊരു ഉടമ്പടി ചെയ്യുകയാണ്. അവന് നാശത്തിനായി തൻ്റെ മകളെ ഭാര്യയായി കൊടുക്കും. ഇവിടെ ഒരു മർമ്മമുണ്ട്. അത് നമുക്ക് വായിക്കാൻ കഴിയുന്നത്, അന്ത്യോക്കസ് തിയൂസ് ആണല്ലോ ബേർനീസിനെ വിവാഹം കഴിക്കുന്നത്. അന്ത്യോക്കസ് തിയൂസിൻ്റെ മകനാണ് സെലൂക്കസ് കല്ലിനിക്കസ്. ഈ സെലൂക്കൽ കല്ലിനിക്കസ് മകനാണ് മഹാനായ അന്ത്യോക്കസ് എന്ന് പറഞ്ഞിട്ട് 4-ാം തലമുറയിലേക്ക് വരികയാണ്. മഹാനായ അന്ത്യോക്കസ് തൻ്റെ മകൾ ക്ലിയോപാട്രയെ ഈജിപ്തിലെ രാജാവായ 4-ാമത്തെ തലമുറക്കാരനായ ടോളമി ഫിലോപ്പേറ്റർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ആ ചരിത്രമാണ്. നോക്കി എത്ര കൃത്യമായിട്ട് വിവാഹങ്ങളും കാര്യങ്ങളും ചരിത്രീയമായി കറക്റ്റ് കണക്കുകളാണ് ഇവിടെ പറയുന്നത്. 17-ന്റെ അവസാനം, എന്നാൽ അവനോട് ഉടമ്പടി ചെയ്ത് അവൻ്റെ നാശത്തിനായി തൻ്റെ മകളെ ഭാര്യയായി കൊടുക്കുമെങ്കിലും അവൾ നിൽക്കുകയില്ല, അവൻ ഇരിക്കുകയുമില്ല. ആ വിവാഹവും ശിഥിലമായി പോകും, അതും നിലനിൽക്കുകയില്ല. പിന്നെ അവൻ തീരപ്രദേശത്തേക്ക് തിരിയും. ഇനിയും ഞാൻ അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരികയാണ്. കാരണം കുറേ യുദ്ധങ്ങളാണ് സിറിയ ഈജിപ്തും കൂടെ നടക്കുന്നത്. 22-ാം വാക്യത്തിൽ പ്രളയ തുല്യമായ സൈന്യത്തോടും നിയമത്തിൻ്റെ പ്രഭുവും കൂടെ അവൻ്റെ മുമ്പിൽ പ്രഹരിക്കപ്പെടും. കാരണം ഈ സിറിയൻ രാജാവ് പലപ്പോഴും ഈ ഇസ്രയേലിനെതിരാകും. ഇസ്രയേലിലെ ചിലർ കൂടി ഈജിപ്തിനെ സഹായിക്കുന്നുണ്ട്. അത് ഈ സിറിയൻ രാജാവ് അറിഞ്ഞിട്ട് യെരുശലേമിലെ മഹാപുരോഹിതനും മറ്റും പ്രഹരിക്കപ്പെട്ടിട്ട് തകർന്നു പോകും. ആരെങ്കിലും അവനോട് സഖ്യം ചെയ്താൽ അവൻ വഞ്ചന പ്രവർത്തിക്കും. അവൻ പുറപ്പെട്ട് അല്പം പടജനവുമായി വന്ന് ജയം പ്രാപിക്കും. അതിൻ്റെ 24-ന്റെ അവസാനം അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും. എന്നാൽ കുറെ കാലത്തേക്കേ ഉള്ളൂ. അവനൊരു മഹാസൈന്യത്തോടെ തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ നേരെ തൻ്റെ ശക്തിയും ധൈര്യവും പ്രയോഗിക്കും. തെക്കേ ദേശത്തിലെ രാജാവ് ഏറ്റവും ശക്തിയേറിയ സൈന്യത്തോടുകൂടി യുദ്ധത്തിന് പുറപ്പെടും. ഈ സിറിയയുടെ യുദ്ധത്തിന് പുറപ്പെടും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തുകയാണ്. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ടു. അവൻ്റെ നേരെ ഉപായം പ്രയോഗിക്കൊണ്ട് അവൻ ഉറച്ചു നിൽക്കുകയില്ല. അവൻ്റെ അന്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവൻ അവനെ നശിപ്പിക്കും. അവൻ്റെ സൈന്യം ഒഴുകിപ്പോകും.
ആരുടെ? ഈ ഈജിപ്തിൻ്റെ. സിറിയൻ രാജാവ് എപ്പിഫാനസ് ഈജിപ്തിൽ വന്ന് വീണ്ടും ടോളമി ഫിലോപേട്രയെ രാജാവാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ സേവകർ തന്നെ അത് തകർത്ത് കളയും. എൻ്റെ 27 ഈ രാജാക്കന്മാർ ഇവരും ദുഷ്ടത പ്രവർത്തിപ്പാൻ ഭാവിച്ചും കൊണ്ട് ഒരേ മേശയിൽ വെച്ച് പോസ്ക് സംസാരിക്കുമെങ്കിൽ സാധിക്കുകയില്ല. നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവസാനം വരികയുള്ളൂ. ഇവിടെ ഒരു പദമുണ്ട്, അവസാനം വരുന്നത് ദൈവം നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ വരത്തുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അവൻ വളരെ സമ്പത്തോടു കൂടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. അവൻ വിശുദ്ധ നിയമത്തിന് വിരോധമായി മനോഗതം വെച്ച് അത് അനുഷ്ഠിച്ച് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. നിയമിക്കപ്പെട്ട കാലത്ത് അവൻ വീണ്ടും തെക്കോട്ട് വരും. ആരെ? സിറിയൻ രാജാവ് വീണ്ടും തെക്കോട്ട് വരും. എങ്കിലും ഈ പ്രാവശ്യം മുമ്പിലത്തെ പോലെ സാധ്യമാകയില്ല. കിത്തീം കപ്പലുകൾ അവൻ്റെ നേരെ വരും. ഇങ്ങനെ സിറിയൻ രാജാവ് വരുമ്പോൾ ഈജിപ്റ്റ് റോമിൻ്റെ സഹായം തേടും. അങ്ങനെ റോമിൻ്റെ പടക്കൂട്ടം വരും, കപ്പൽപ്പട വരും, അവരിവനുമായിട്ട് എതിരിടും. അങ്ങനെ ഈ സിറിയൻ രാജാവ് വീണ്ടും മടങ്ങിപ്പോകുകയാണ്. 31 വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് അവൻ വ്യസനിച്ചു മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തിന് നേരെ ക്രുദ്ധിച്ചു പ്രവർത്തിക്കും. വിശുദ്ധ നിയമം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം, ന്യായപ്രമാണം, അല്ലെങ്കിൽ യഹൂദന്മാരുടെ നിയമം. അവൻ മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചുകൊള്ളും. അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു വിശുദ്ധ മന്ദിരമായെന്ന കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്ത് ശൂന്യമാകുന്ന മേച്ചാബിംബത്തെ അവിടെ പ്രതിഷ്ഠിക്കുന്നു. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കും. അന്ത്യോക്കസ് രോഷം കൊണ്ട് എപ്പിഫാനസ് യെരുശലേം ദേവാലയം കൊള്ളയടിച്ച് ഹോമയാഗവും ഹനനയാഗവുമെല്ലാം അവരുടെ നിയമങ്ങളെയെല്ലാം ഇല്ലാതാക്കി അവൻ നിർത്തലാകും. ദേവാലയത്തിൽ വേശ്യമാരെ കൊണ്ട് നിറയ്ക്കും. അതുമാത്രമല്ല, ഒളിമ്പിയിലെ ദേവനായ സെമൂസിൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കും. അതുപോലെ ജൂപ്പിറ്ററിൻ്റെ പ്രതിമ സ്ഥാപിക്കും. പന്നിയെ യാഗം കഴിക്കും. ഈ പന്നിയുടെ മാംസം വേയിച്ച് അവിടുത്തെ പുരോഹിതന്മാർക്കും ലേവ്യർക്കും അവിടുത്തെ ഇസ്രയേൽ യഹൂദ പ്രധാനിമാർക്കും അദ്ദേഹം നിർബന്ധിച്ച് അദ്ദേഹത്തെ അവരെ തീറ്റിക്കും. അങ്ങനെ ഭയങ്കര ഒരു പാതകം, ഇദ്ദേഹത്തിൻ്റെ വൈരാഗ്യം ഈ യഹൂദന്മാരോടും ദൈവജനത്തോടും ഉള്ളത് കൊണ്ട് ഇദ്ദേഹം അവരോട് വൈരാഗ്യം കാണിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അവരുടെ ദേവന്മാരെ പ്രതിഷ്ഠിക്കും. ഇനിയും താഴോട്ട് വീണ്ടും ഈ സിറിയയും ഈജിപ്തും കൂടെയുള്ള യുദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. പക്ഷെ ഇവിടെ 35 വാക്യം വരുമ്പോൾ, എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണം നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. ആരിലാണ് പരിശോധന നടക്കേണ്ടത്? ആരിലാണ് വിശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടത്? ശുദ്ധീകരണവും നിർമ്മലീകരണവും പരിശോധനയും നടക്കേണ്ടത് യഹൂദന്മാരിൽ. കാരണം അവർക്ക് യഥാർത്ഥ വിശ്വാസമില്ലാതായി. അവർ കുറേ പേര് ഈ അന്ത്യോക്യസിൻ്റെ കൂടെ കൂടും, കുറേ പേര് വിഗ്രഹാരാധനയ്ക്ക് പോകും. യഥാർത്ഥ ദൈവത്തെ അവർക്ക് സേവിക്കാനോ യഥാർത്ഥ ദൈവത്തിൽ വിശ്വസിക്കാനോ കഴിയാതെ വരുമ്പോൾ അവരുടെ ഇടയിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. എങ്ങനെ ഇസ്രയേൽ മക്കൾ വിഗ്രഹാരാധനയിൽ പോയി കഴിഞ്ഞപ്പോൾ ദൈവം നെബൂഖദ്നേസറിനെ വിളിച്ച് ഇവരെ 70 വർഷം ബാബിലോണിലേക്ക് വിട്ടതുപോലെ, ഇനി അല്ലെങ്കിൽ ഈ അന്ത്യകാലത്ത് ദൈവസഭ പല സംഘങ്ങളായി സഭകളായി പിരിഞ്ഞ് എന്തിനെ വേർപെട്ട കൂട്ടമെന്ന് പറയുന്നവർ പോലും നാഥനില്ലാ കളരി പോലെ, ഉപദേശമില്ലാത്ത കളരി പോലെ ആകുന്നത് പോലെ അതിനകത്ത് ചിലരെ വിശ്വസ്തയോടെ നിർത്തേണ്ടതിനും ഒരുക്കേണ്ടതിനും പോലെ അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു ശുദ്ധീകരണം നടക്കും. 35 അവസാനം വരുമ്പോൾ, നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും. രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ തന്നെത്താൻ ഉയർത്തി ഏത് ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവത്തിൻ്റെ നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുമ്പോഴും അവനത് സാധിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ദൈവം ഒരു സമയം നിർണയിച്ചിട്ടുണ്ട്. ആ സമയം വരെ ഈ രാജാവിൻ്റെ കോപം നടക്കും. ആക്ച്വലി ഈ സംഭവമൊക്കെ നടക്കുന്ന നിയർ അബൌട്ട് BC 168 കാലഘട്ടത്തിലാണ്. സിറിയൻ രാജാവ് തൻ്റെ മകൾ ക്ലിയോപാട്രയെ ടോളമിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത് BC 197 അതേസമയം അദ്ദേഹം വന്ന് യെരുശലേം ദേവാലയത്തിൽ പ്രതിമയെ പറ്റി പ്രതിഷ്ഠിക്കുന്നത് BC 168
അപ്പോൾ ആ കാലഘട്ടത്തിൽ സിറിയൻ വംശത്തിൻ്റെ അല്ലെ അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞെങ്കിലും ഇവിടെ വീണ്ടും താഴോട്ട് വരുമ്പം പറയുന്നുണ്ട്, നിയമിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും, രാജാവ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും, അവൻ തന്നെത്തന്നെ ഉയർത്തി ഏത് ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവാദി ദൈവത്തിൻ്റെ നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിർത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും. ആക്ച്വലി ഇവിടുത്തെ വിവരണം വരുന്നത് അന്ത്യകാലത്തെക്കുറിച്ച്. എപ്പിഫാനസ് BC 168 അസ്തമിക്കുന്നു. 36 ശേഷം 37 തൊട്ട് ഏതാണ്ട് 43-44 വരെ വീണ്ടും സിറിയ ഈജിപ്തും ഉള്ള യുദ്ധങ്ങളാണ്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ വടക്കേ രാജ്യം തെക്കേ രാജ്യത്തോട് യുദ്ധത്തിന് വന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ 44-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നും ഉള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. ഇവിടെ പറയുന്ന സംഭവം ആന്റി ക്രൈസ്റ്റിന്റെ അവസാന കാലത്തെ 3.5 വർഷത്തിൽ നടക്കുന്നത്. 3.5 വർഷത്തിൻ്റെ 2ാം പദത്തിൽ 3ാം ലോകമഹായുദ്ധം അല്ലെങ്കിൽ ഹർമഗദോൻ യുദ്ധത്തിന് വേണ്ടി ഇവൻ റഷ്യയെയും മറ്റും പ്ലാൻ ചെയ്ത് ഒരുക്കി. ഗോഗ്, മാഗോഗ്, റോഷ് എന്നീ രാജ്യങ്ങളും അതിൻ്റെ കൂടെ പാർസികൾ, കൂശ്യര്, ഇങ്ങനെയുള്ള കുറേ രാജ്യങ്ങൾ ഇവിടെ വരുന്നുണ്ടല്ലോ. ഇവൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ യഥാർത്ഥമായ റഷ്യക്ക് വലിയ താല്പര്യം വരത്തില്ല ഇവരോടൊത്ത് വന്ന് ചേർന്ന് യുദ്ധം ചെയ്യാൻ, പ്രത്യേകിച്ച് ഇസ്രയേലിനോട്. അവർ മടിച്ചു നിൽക്കുമ്പോൾ ആന്റി ക്രൈസ്റ്റിന്റെ പ്രേരണയാൽ മടിച്ചാണ് റഷ്യ യുദ്ധത്തിന് വരുന്നത്. അവിടുന്ന് ആദ്യം മെസ്സേജ് വരും, ഇപ്പോൾ പറ്റത്തില്ല, നാളെ വരാം, മറ്റന്നാൾ വരാം എന്നൊക്കെ പറഞ്ഞ് റഷ്യ ഇങ്ങനെ വാക്ക് മാറ്റി നോക്കും. ഇവൻ ഇങ്ങനെ അസ്വസ്ഥനാകും. കിഴക്ക് നിന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം യെരുശലേമിന് കിഴക്കാണ്. യെരുശലേമിന് കിഴക്കാണ് നമ്മുടെ പാകിസ്ഥാന്, ഇന്ത്യ, ചൈന ഒക്കെ വരുന്നത്. ഇതിൽ ആ കൂട്ടത്തിൽ വരുന്ന ആരാണെന്നും ബൈബിളിൽ അങ്ങനെ വാക്യം ഇവിടെ പറയുന്നില്ലെങ്കിലും ഒരു പക്ഷേ റഷ്യയുടെ ഒരു പാർട്ട്ണറാണല്ലോ ചൈന. അതുപോലെ തന്നെ ഇന്ത്യയും അവരുമായിട്ട് ഡിഫൻസ് എഗ്രിമെൻ്റ് ഉണ്ട്. അതുകൂടാതെ ഇന്ത്യക്ക് ഇപ്പം ഇസ്രയേലുമായിട്ടും ഡിഫൻസ് എഗ്രിമെൻറ്റും പാർട്ട്ണർഷിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യ എവിടെ നിൽക്കും നമുക്ക് കറക്റ്റ് ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ നോട്ടത്തിൽ. എന്നാൽ കിഴക്ക് നിന്ന് വരുന്നത് ചൈനയാകാം, അതുപോലെ തന്നെ വടക്ക് നിന്ന് വരുന്ന റഷ്യയും പ്രാന്തപ്രദേശങ്ങളുള്ളവരും, ഈ കിഴക്ക് നിന്ന് പാർസികളുണ്ട്. ഈ പാർസികളുണ്ടെന്നുള്ള ലിസ്റ്റിൽ നമുക്ക് വരുന്നത് ഇറാൻ, ഇറാഖ്, ഈ പാർസികളും പ്രത്യേകിച്ച് ഷിയ ഗ്രൂപ്പിൽപ്പെട്ട പലരും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആ വാർത്തകൾ കേട്ട് അവൻ പരവശനാകും, വർത്തമാനം അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുന്നതിന് മഹാഗ്രോഹത്തോടെ പുറപ്പെടും. അപ്പോൾ റഷ്യയൊക്കെ ഇവൻ്റെ കൂടെ വരും. അത് നമുക്ക് എസെക്കിയേൽ പർവ്വതത്തിൽ കാണാം. അത് നമുക്ക് 3ാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം. അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യത്തെയും മണിപ്പന്തലിടും, അവിടെ അവൻ അന്തരിക്കും. ഇവിടെ മറ്റൊരു ഭാഗം പറയുന്നുണ്ട്, ഇദ്ദേഹം ഏതോ ഒരു വലിയ ക്ഷേത്രം പോയി കൊള്ളയടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ മധ്യധരക്കടലിനും യെരുശലേമിനും ഇടയ്ക്കായിട്ട് അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിനും ഇടയ്ക്കായിട്ട് അവിടെ അദ്ദേഹം പന്തലിടുകയും, അല്ലെങ്കിൽ യഹോശാഫാത്ത് താഴ്വരയിൽ അദ്ദേഹം പന്തലിടുകയും അദ്ദേഹത്തിൻ്റെ വാർ ഹെഡ് ഓഫീസ് തുടങ്ങുകയൊക്കെ ചെയ്യും. അവിടെ വെച്ച് അവൻ ഇല്ലാതാകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതെത്ര കറക്റ്റാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ അന്ത്യകാലത്തെ 3ാം ലോകമഹായുദ്ധത്തിൽ അത് കറക്റ്റായിട്ട് നടക്കുമെന്നുള്ള വാക്യമാണ് ഇവിടെ കാണുന്നത്. വടക്ക് നിന്നും കിഴക്ക് നിന്നുമുള്ള വിഷയങ്ങളാൽ അവൻ പരവശമാകുമെന്നുള്ള ഒരു വാക്യത്തിൻ്റെ ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. എസെക്കിയേൽ 39-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം തൊട്ട് വായിക്കാം. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ, മേശക്ക്, തുബാൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ. രോഷ് എന്ന് പറഞ്ഞാൽ റഷ്യ, മേശക്ക് എന്ന് പറഞ്ഞാൽ മോസ്കോ, തൂബാൽ എന്ന് പറയുന്നത് അവരോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ്. അതിൻ്റെ പ്രഭുവായ റഷ്യ, ഗോഗേ, ഞാൻ നിന്നെ വിരോധമായിരിക്കുന്നു, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് എന്ന് പറഞ്ഞാൽ റഷ്യക്ക് താല്പര്യമില്ല ഈ യുദ്ധത്തിലോട്ട് വന്ന് തലയിടാൻ. 2026 യുദ്ധത്തിൽ അമേരിക്ക വന്ന് പെട്ടു. അവസാനം എങ്ങനെയെങ്കിലും ഒരു പീസ് ട്രീറ്റ് ചെയ്ത് ഇവിടുന്ന് കൈ കഴുകി പോകാൻ അവർ നോക്കുന്നത്. കാരണം പെട്ടുപോയെന്ന് അവർക്ക് മനസ്സിലായി. അവരെ ഇതുപോലെ ദൈവത്തിൻ്റെ കാര്യപ്രകാരം അവർ വന്നു. കാരണം ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ഈ 10 ജാതീയ കൂട്ടുകെട്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ റെഡിയായി നിന്ന അവസ്ഥയിൽ ഇറാനെ തകർക്കേണ്ടതൊരാവശ്യമായതുകൊണ്ട് ദൈവത്തിൻ്റെ പ്ലാനിങ്ങിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ അമേരിക്ക എടുത്തു ചാടി വന്നു.
പക്ഷേ അത്യാവശ്യം കാര്യങ്ങൾ നടന്നപ്പോൾ, കാരണം മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ രൂക്ഷമായി, ഇനിയും അവിടെ ഒരു യുദ്ധത്തിന് പോയാൽ ഇറാൻ മിഡിൽ ഈസ്റ്റിനെ ഇല്ലാതാക്കും, അവരുടെ വാട്ടർ പ്ലാന്റുകളൊക്കെ തകർക്കും, അവരുടെ ജനറേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പവർ സ്റ്റേഷൻസ് ഒക്കെ തകർക്കും. അങ്ങനെ വരുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന അനേകർക്ക് അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇന്ത്യയുടെ തന്നെ ഏതാണ്ട് 1 കോടി ജനങ്ങൾ അവിടെ കിടപ്പുണ്ട്, 50 ലക്ഷം ജനങ്ങൾ അവിടെ കിടപ്പുണ്ടെന്നാണ് പറയുന്നത്, ഏതാണ്ട് UAE തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരും. ഈ റഷ്യക്ക് താല്പര്യമില്ല, വടക്കുന്നുള്ള വിഷയങ്ങളാൽ മെസ്സേജ് കിട്ടുമ്പോൾ ഇവൻ പരവശനാകും, ആന്റി ക്രൈസ്റ്റ്. 44-ാം പത്തിൽ പറയുന്നത് ഇത് അന്ത്യോക്യസ് എപ്പിഫാനസ് നടന്ന സംഭവമല്ല, ഇത് അന്ത്യകാലത്ത് നടക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റ് വന്നിട്ട് നടക്കേണ്ട ഒരു സംഭവ പരമ്പരയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ യേശുക്രിസ്തു ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നുണ്ട്, അതെപ്പോൾ സംഭവിക്കും, അങ്ങയുടെ വരവിലും ലോകാവസാനത്തിലും എന്താണ് ലക്ഷണങ്ങൾ ചോദിക്കുമ്പോൾ നിയർ അബൌട്ട് ഒരു 14 ലക്ഷണങ്ങളാണ് അവിടെ പറയുന്നത്. അതിൽ 15-ാം വാക്യത്തിലാണ് 10ാമത്തെ ലക്ഷണം പറയുന്നത്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പോലെ ശൂന്യമാകുന്ന മ്ലേച്ഛബിംബ വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ത്യോക്യസ് എപ്പിഫാനസ് യെരുശലേമിൽ പന്ന്യം യാഗം കഴിച്ച് അവിടെ ഒളിമ്പൻ ദേവന്റെ പ്രതിമയൊക്കെ സ്ഥാപിച്ച് അവൻ പോയി. അത് BC 168. പക്ഷേ അതുപോലെ സെയിം ഒരു സംഭവം ഇനിയും വരും. അത് ദാനിയേൽ പ്രവാചകൻ 9-ാം അധ്യായത്തിൽ പ്രവചിച്ച പ്രവചനം പോലെ തന്നെ ആയിരിക്കും. അതിനിയും വരും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോണം, ഇസ്രയേല് നിങ്ങൾക്ക് രാജ്യം അന്നാണ് യഥാസ്ഥാനത്താക്കി കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം വാക്യം, ആരും ഏതുവിനെയും നിങ്ങളെ ചതിക്കരുത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തി അവൻ വെളിപ്പെടുകയും വേണം. അവൻ ആരെ? ഈ നാശയോഗ്യവും അധർമ്മമൂർത്തിയുമായവൻ. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയർത്തെ അവൻ സമയത്തിനു മുൻപേ വെളിപ്പെടാതിരിക്കുക എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തിയും നാശയോഗ്യനുമായി വെളിപ്പെടും. ഇപ്പോൾ തടുക്കുന്നത്, വഴിയിൽ നിന്ന് തടയുന്നതാണ് നമ്മളെ നീതിപാതകളിൽ നടത്താൻ നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവെ സഭയുമായിട്ടേ പോകത്തുള്ളൂ. എങ്ങനെ? ഏലയാസർ ഇസഹാക്കിന് പെൺകുട്ടിയെ എടുക്കാൻ മൊസൊപ്പൊത്യാമയിൽ വന്നിട്ട് ആ റിബേക്കയുമായിട്ട് മൊസൊപ്പൊത്യാമയിൽ നിന്നും അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോയതുപോലെ അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഇസഹാക്ക് വെളിമ്പ്രദേശത്ത് ഇറങ്ങി വരുന്നു. അതിൻ്റെ അർത്ഥം ഏലയാസറിന് പൊരുളാകുന്ന പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്ന് ഇപ്പോൾ ആന്റിക്രൈസ്റ്റിന്റെ വരവിനെ തടയുക. ആന്റിക്രൈസ്റ്റിന്റെ വരവ് ഇപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക. സഭയുടെ പൂർണ്ണമാകുന്ന സംഖ്യ ചേർന്ന് കഴിയുമ്പോൾ ഏലയാസറിന്റെ പൊരുളായ പരിശുദ്ധാത്മാവ് സഭയുമായിട്ട് ഇവിടുന്ന് ഉയരത്തിലേക്ക് പോകുമ്പോൾ യേശു മധ്യാകാശത്തേക്ക് ഇറങ്ങി വരും. എങ്ങനെ ഇസാക്ക് ബേർലഹീം രോയും വരെ ഇറങ്ങി വന്നോ അവിടെ വെച്ചാണ് ഇസാക്കും റിബേക്കയും കൂടിച്ചേരുന്നത്. എന്നിട്ടാണ് ഇസാക്ക് അവളെ സാറായുടെ കൂടാരത്തിൽ, അബ്രഹാമിന്റെ കൂടാരത്തിലല്ല, സാറായുടെ കൂടാരത്തിൽ കൊണ്ടുപോകുന്നത്. അതുപോലെ നമ്മൾ സംഘം, സഭ ഇവിടുന്ന് ഏലയാസറാകുന്ന പരിശുദ്ധാത്മാവ് മധ്യാകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലുമ്പോൾ യേശുക്രിസ്തു മധ്യാകാശത്തേക്ക് ഇറങ്ങി വരികയും അവിടുന്ന് ഒരു പറുദീസയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അവിടെ നമ്മൾ 7 വർഷമായിരിക്കും. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യമായിട്ട് നമുക്ക് വാക്യങ്ങൾ തന്ന് വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ട് അത് നമുക്ക് കുറച്ചുകൂടെ മുൻപോട്ടുള്ള എപ്പിസോഡുകളിൽ പിന്നീട് എടുക്കാമെന്നതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പറയുന്നു, ഏത് രാജ്യത്തിൽ നിന്നാണ് ആന്റി ക്രൈസ്റ്റിൻ്റെ നിഴലായ അന്ത്യോക്യസ് എപ്പിഫാനസ് വന്നത്? രാജ്യം അലക്സാണ്ടറുടെ 4ആയി പിരിഞ്ഞു. ആ 4-ൽ 2 രാജ്യത്തെക്കുറിച്ചാണ് പിന്നെ 11-ാം അധ്യായത്തിൽ പറയുന്നത്. അതിൽ 1 തെക്കേ രാജ്യം ഈജിപ്റ്റ്, 2 വടക്കേ രാജ്യം. വടക്കേ രാജ്യത്തിലെ
അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന രാജാവ് വന്നിട്ട് യെരുശലേമിൽ BC 168 പന്നിയെ യാഗം കഴിച്ച് ഒളിമ്പ്യൻ ദേവന്റെ പ്രതിമ സ്ഥാപിച്ചതുപോലെ ആൻറ്റി ക്രൈസ്റ്റ് ഇനിയും യെരുശലേമിൽ പണിയാതിരിക്കുന്ന ശലോമോന്റെ ദേവാലയം, അതിനുശേഷം ഹെരോദാവിൻ്റെ ദേവാലയം, അത് AD 70 തകർക്കപ്പെടുന്നു. ആ ദേവാലയത്തിന് സ്ഥാനത്ത് ഇതുവരെയും യെരുശലേമിൽ ഒരു ദേവാലയം യഹൂദന് പണിയപ്പെട്ടിട്ടില്ല. അവിടെ ദേവാലയം പണിയപ്പെടണം. ആ ദേവാലയത്തിൽ ആന്റിക്രൈസ്റ്റ് ഇരിക്കുമെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു. ആ സംഭവം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്നു. അവന് അവൻ്റെ പ്രതിമ വയ്ക്കും. അതൊരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രതിമയായിരിക്കും. അന്നുള്ള സകല ജനത്തിൻ്റെയും മേൽ അവൻ്റെ മുദ്രയുണ്ടായിരിക്കും. മുദ്രയെന്ന് പറയുന്നത് നമ്മൾ ഇത് കാണുന്ന ഒരു മുദ്രയൊന്നുമല്ല, പുതിയ ടെക്നോളജിയിൽ കൂടെ ആയിരിക്കും. സകല മനുഷ്യനും മനുഷ്യൻ മനസ്സിൽ ചിന്തിക്കുന്നത് ഈ ആൻറ്റിക്രൈസ്റ്റിനെ ഒന്ന് പിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ആൻറ്റിക്രൈസ്റ്റിൻ്റെ നിഴൽ വന്നിരിക്കുന്നത് സിറിയയിൽ നിന്നാണ്. എന്നിട്ട് അവിടെ തന്നെ പറയുന്നു, ഇതുപോലെ വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും. അദ്ദേഹം ഏത് രാജ്യത്തു നിന്നാകുന്നെന്നുള്ള സൂചനയാണ്, അല്ലെ ഏത് രാജ്യവംശമായിരിക്കുമെന്നുള്ള. ഇപ്പം നമുക്കറിയാം കമല ഹാരിസ് എന്നൊക്കെ പറയുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായി, ഒബാമ എന്ന് പറയുന്നത് ആഫ്രിക്കൻ വംശനായിരുന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അനേകരാണ് ഈ പല രാജ്യങ്ങളിൽ. നമ്മുടെ ഇന്ത്യയിൽ പോലും ഏതോ ധനമന്ത്രി പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന ആളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പോട്ടെ, ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, അങ്ങനെ ഏതോ ഒരാൾ ഒരു സിറിയൻ വംശനാകാം ആൻറ്റി ക്രൈസ്റ്റായിട്ട് വരുന്നുള്ള സ്പഷ്ടമായിട്ടും ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ ക്ലാരിറ്റിയിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനിയും ഇവൻ എന്നാണ് വരുന്നത്, ഇവൻ്റെ കാലം എന്തായിരിക്കും? ഇവൻ്റെ കാലം അവസാനത്തെ 7 വർഷമായിരിക്കും എന്ന്. അവസാനത്തെ 7 അല്ല എന്ന് വെച്ചാൽ ഇന്ന് ഈ ലോകത്തിലുള്ള പോകുന്ന പോക്കിൽ 7 വർഷമായിരിക്കും. അത് കഴിയുമ്പോഴാണ് 1000 ആണ്ട് വാഴ്ച ബൈബിളിൽ പറയുന്ന മില്ലേനിയം. അപ്പോൾ 7 വർഷത്തിൻ്റെ കണക്ക് എവിടുന്നാണ് വരുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. കർത്താവിൻ്റെ വചനം ആക്ഷരികമായി നിറവേറി മുൻപോട്ട് പോവുകയാണ്. ദൈവമക്കളെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഴമായ സത്യങ്ങളെ ഗ്രഹിച്ച് എൻ്റെ യേശുവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കാൻ ഒരുങ്ങണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ദൈവ കൃപയിലായിരിക്കട്ടെ. ആമേൻ. वीडियोस बनाने हैं, फिल्मोरा है ना।